അമ്മ എന്താ ചെയ്യണേ? ഓക്കെ, ഹൗസ് വൈഫ് അല്ല, ഹോം മേക്കർ. അല്ല, ഇപ്പൊ റിപ്പീറ്റ് ചെയ്യല്ലേ? അപ്പൊ ഇനിയും റിപ്പീറ്റ് ചെയ്യാനാ പ്ലാൻ? ചെയ്യൂല. ഓക്കെ. അല്ല, കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കും സിലബസും എടുക്കുക. ഓക്കെ. ഇപ്പൊ ഫിസിക്സിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? ഏതാ ഏറ്റവും ടഫ് ആയിട്ടുള്ള വിഷയം? ഏതെങ്കിലും ഒന്ന് പറയൂ. മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇത് നീറ്റിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്? അല്ല, ജെഇ ആണ്. അപ്പൊ മാത്സിൽ ഏതെങ്കിലും ഒരു പിന്നെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? അല്ലെ, അതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് പറയും. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ എത്ര പെർസെന്റേജ് നോളജ് ഉണ്ട്? 40% ഉണ്ട്. അത് 100% ആക്കാൻ എത്ര സമയം പഠിക്കണം? ഓൾറെഡി സ്കൂളിൽ പഠിച്ചതാണ്. പല ഓൺലൈൻ പ്രോഗ്രാംസ് ഉണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏകദേശം ഒന്ന് ഇരുന്നാല്, ഒറ്റ ഇരിപ്പിരുന്നാൽ എത്ര മണിക്കൂർ കൊണ്ട് അത് 100% ആക്കാൻ പറ്റും? മണിക്കൂർ കണക്ക് പറയണം. കാരണം ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ പഠിക്കൂലല്ലോ. എത്ര മണിക്കൂർ വേണമെന്ന് പറയണം കൃത്യമായിട്ട്. ഓക്കെ. എല്ലാ ചാപ്റ്ററുകളും മാത്സ് ആസ് എ ഹോൾ എത്ര പെർസെന്റേജ് അറിവുണ്ടാവും? അപ്പൊ 20 ചാപ്റ്റർ മൾട്ടിപ്ലൈഡ് ബൈ 12 മണിക്കൂർ. ഇപ്പൊ 200 hours കൊണ്ട് തീർക്കാം അല്ലേ? 200 hours എന്ന് പറഞ്ഞാല് ഒരു 10 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് തീർക്കാം. മനസ്സിലാവുണ്ടോ? ഫിസിക്സോ അതേപോലെ ഏറ്റവും ടഫ് മാത്സ് ആണെന്ന് പറഞ്ഞത്. ഫിസിക്സ് അതിൽ കുറവേ വേണം. എത്ര പെർസെന്റേജ് അറിയാം? അപ്പൊ 25% പഠിക്കണമെങ്കിൽ ആകെ ഒരു 60-70 hours മതി. ഇതേ കമ്പ്യൂട്ടേഷൻ വെച്ചിട്ടാ പറയണേ. കെമിസ്ട്രിക്ക് എത്ര വേണ്ടി വരും? അപ്പൊ മൂന്നെണ്ണേ ഉള്ളൂ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലേ ഉള്ളൂ. അപ്പൊ 200 പ്ലസ് 100 കൂട്ടിയാൽ തന്നെ 400 മണിക്കൂർ കൊണ്ട് പണി തരും. 400 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 40 ദിവസം. ഇന്ന് ജനുവരി 18, ജനുവരി 20 കൂട്ടിക്കോ. മാർച്ച് 10 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പഠിച്ചു തരും. മനസ്സിലായോ? പക്ഷേ ഇങ്ങനെ ആദ്യത്തെ ഒരു മാസം മാത്സ് ഫിസിക്സ് എന്നല്ല, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം കണക്ക് കൂട്ടി വെക്കുക. എത്ര മണിക്കൂർ പഠിക്കും? രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് മോനിന്ന്? എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു അതിനിടയിൽ? ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തൊരു ഗ്ലാസ് വെള്ളം വെക്കുക. എപ്പോഴും ഒരു കുപ്പിയിൽ വെള്ളം വെക്കുക. ഓരോ 20 മിനിറ്റിലും ഓരോ സിപ്പെങ്കിലും കുടിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം പോകേണ്ടി വരും. നല്ല കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് അതാണ്. ഓക്കെ. എന്നിട്ട് നല്ലപോലെ ഈ ടൈം ടേബിൾ സ്വന്തം ഉണ്ടാക്കുക. ആദ്യത്തെ പിന്നെ അരമണിക്കൂർ അല്ല, മാനേജ് ചെയ്യണ്ട, അതന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് മാത്സിലെ ചാപ്റ്റർ നമ്പർ 1 ആദ്യത്തെ 1 മണിക്കൂർ പഠിക്കുക. അല്ലെങ്കിൽ ചാപ്റ്റർ 1 അല്ല, ഏതാണ് 8 മണിക്കൂർ വേണ്ടത്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എല്ലാ ചാപ്റ്ററിന്റെ പേര് എഴുതുക, എത്ര സമയം പഠിക്കാൻ വേണമെന്ന് എഴുതുക, ബാക്കി എത്ര ഓരോ ദിവസങ്ങളിലും അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ആ ടോപ്പിക്കുകളാണെങ്കിൽ അതിൽ ഇന്നത്തെ 18-ാം തീയതി, ഇന്ന് ശനിയാഴ്ച രാവിലെ ആദ്യത്തെ 1 മണിക്കൂർ മാത്സിന്, പിന്നത്തെ 1 മണിക്കൂർ, ഒരു അരമണിക്കൂർ ഗ്യാപ്പ്, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഫിസിക്സിന്, അരമണിക്കൂർ ഗ്യാപ്പ്, 1 മണിക്കൂർ കെമിസ്ട്രി, പിന്നെ രണ്ടാമതും മാത്സ്. അങ്ങനെ സ്വന്തം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും മാത്സ് കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു. ഒന്നുകിൽ ഏറ്റവും ടഫായിട്ടുള്ള മാത്സ് എടുക്കുമ്പോൾ പിന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഫിസിക്സ് ചാപ്റ്റർ എടുക്കുക, അല്ലെങ്കിൽ ബോറടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ടഫായിട്ടുള്ള കെമിസ്ട്രി എടുക്കാം.
പിന്നെ ഈസി ആയിട്ട് ഒരു മാത്സ് ചാപ്റ്റർ എടുക്കാം. എല്ലാ മാത്സ് ചാപ്റ്റർ ഫുൾ ഒന്ന് ചേർത്തിട്ടേ അടുത്തത് ചെയ്യുള്ളൂ എന്ന് പറയരുത്. ഒരു ഡിഫിക്കൽട്ട്, ഒരു ഈസി, ഡിഫിക്കൽട്ട്, ഈസി, അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, വലിയൊരു ചാർട്ട്. ആ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഓരോന്ന് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ചെയ്യുക, ഗ്രീൻ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലൂ മാർക്ക് ചെയ്യുക, റെഡ് മാർക്ക് ചെയ്യുക. ബാക്കി ഇനിയും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിനും കൂടി ഒരു സമയം കൊടുക്കുക. എന്നിട്ട് അത് റീഷെഡ്യൂൾ ചെയ്യുക. ഒരാഴ്ചത്തേക്കുള്ള ടൈം ടേബിൾ മാത്രം ഉണ്ടാക്കുക. അപ്പം തോന്നും, ഓ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഇപ്പം മോന്റെ ഭയം ഇത് തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഭയമാണ്. അതെ, നമ്മളൊരു മല കയറുമ്പോൾ ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പിലല്ല കയറുക. താഴെ നിന്നിട്ട് കുറെ കയറാണ്ട് എന്ന് വെച്ചാൽ മുകളിൽ കയറുകയില്ല. കാലിന് ബലം കുറയും. ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവും, ഓ ഇത്രയൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്, ഇനി എനിക്ക് എളുപ്പം കയറാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഈസി ആയിട്ടുള്ള ആദ്യം തീർക്കുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തീർക്കുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുക. ഒരു നല്ലൊരു സ്വന്തം ഒരു ടൈം ടേബിൾ. അത് ആദ്യം ചെയ്യേണ്ടത് എല്ലാ ചാപ്റ്ററും ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ എത്ര പെർസെൻറ്റേജ് അറിയാൻ നോക്കിയിട്ട് ബാക്കി തീർക്കാൻ എത്ര സമയം വേണമെന്ന് സ്വന്തം കണ്ടുപിടിച്ച് ആ കണ്ടുപിടിച്ച സമയം വെച്ചിട്ട് വേണം പണി തുടങ്ങാൻ. നമ്മൾ അതല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്, കുറേ പാത്രത്തിൽ നിറക്കണം. കുറേ പാത്രത്തിൽ പകുതിയൊക്കെ നിറച്ചിട്ടുണ്ട്. എത്ര ഇടണമെന്നും കൂടി ഒന്ന് നോക്കിയാലല്ലേ നമ്മൾ അതിനകത്ത് കൊണ്ടിടുള്ളൂ. അല്ലാണ്ട് കൊണ്ടുപോയിട്ട് കുറേ അങ്ങോട്ട് നിറഞ്ഞതിൽ തന്നെ പിന്നെ ഇട്ടുകൊണ്ടിരുന്നാലോ ആ ടൈമൊക്കെ വേസ്റ്റായി. അതേ സമയത്ത് വേറെ ജാറിൽ കംപ്ലീറ്റ് കാലിയായിരിക്കും, അതിനകത്തൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. മനസ്സിലായ? അതുകൊണ്ട് ആദ്യത്തെ ചാപ്റ്റർ മുതലല്ല തുടങ്ങേണ്ടത്. അവനവൻ തീരുമാനിക്കുക സീക്വൻസിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമതേത്, മൂന്നാമതേത്, നാലാമത്. അപ്പോൾ ഈ ടൈം ടേബിൾ ഷെഡ്യൂൾ ഉണ്ടാക്കിയതിന് ശേഷം തീരുമാനിക്കുക, ഞാൻ ഇന്ന ചാപ്റ്റർ ആദ്യം പഠിക്കും, പിന്നെ ഇന്ന ചാപ്റ്ററാണ് ഏറ്റവും ഡിഫിക്കൽട്ട്, അതാണ് രണ്ടാമത് പഠിക്കുന്നത്. പിന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് കുറേ മുറികൾ ക്ലീൻ ചെയ്യാനുണ്ട്. ചിലരുടെ താല്പര്യം ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ആദ്യം അങ്ങോട്ട് തീർത്താൽ വലിയ പണി തീർന്നുവല്ലോ. ചിലർ വിചാരിക്കുക അങ്ങനെയല്ല, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാസ്റ്റ് ചെയ്യാന്നിരിക്കും. അപ്പൊ തീർന്നു എന്നുള്ളൊരു മനസ്സമാധാനം ഉണ്ടാവും. മനസ്സിലായോ? ഒന്ന് തീർന്നു എന്നൊരു ധൈര്യം വരുമ്പോൾ നമുക്കൊരു ഉന്മേഷം വരും. അപ്പൊ മിക്സ് ആയിട്ട് ഓരോരാളുടെയും സങ്കല്പങ്ങൾ വ്യത്യാസമാണ്. ഒന്നുകിൽ ഈസി ആയിട്ടുള്ള ആദ്യം തീർക്കുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. പിന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് മാത്രം ആലോചിക്കാൻ, മറ്റേത് ആലോചിക്കാണ്ടിരിക്കുക. അതിനാണ് ഈ ഇടയിൽ ഗ്യാപ്പ് ഇടുന്നതും കുറച്ച് സമയം ചെലവഴിക്കുന്നതും. ഓക്കെ, അടുത്ത നല്ലൊരു 5 ഫ്രണ്ട്സ് ഉണ്ടോ? 3-4 ഫ്രണ്ട്സ്. അതിൽ ഒരാളോട് കെമിസ്ട്രി ആർക്കാണ് ഇഷ്ടം, ഫിസിക്സ്, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആളോട് പറയാ, ഇതാണ് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അവരോടും പറയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചു തരാൻ പറയാം. അങ്ങനെ അന്യോന്യം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് ആൻസർ എഴുതിയിട്ട് അത് ഫിസിക്കലായിട്ട് എങ്ങനെയാണോ എക്സാമിനേഷൻ വരുന്നത് അതുപോലെയുള്ള പാറ്റേണിൽ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഇരുന്ന് എഴുതിയിട്ട് അത് അയച്ചു തരാം. അത് വായിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ എഴുതിയത്, എനിക്കും ഇങ്ങനെ എഴുതാൻ പറ്റുമോ എന്നറിയാം, അല്ലെങ്കിൽ ഇയാളെക്കാളും നന്നായിട്ട് ഞാൻ എഴുതുന്നുണ്ടെന്നുള്ള കമ്പാരിസൺ വരും. അത് അവരെയും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ എക്സാമിനേഷൻ നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. കാരണം ഇതൊരു റണ്ണിങ് റേസ് പോലെയാണ്. ഒറ്റക്കോടിയാൽ തീരുമാനിക്കാൻ പറ്റില്ല അവനവന് സ്പീഡ് ഉണ്ടോ ഇല്ലയോ. 2-3 പേര് ഓടുമ്പോഴാണ് ആരാണ് കേമൻ, ഏത് തരത്തിലാണ് ഓടേണ്ടത് എന്നുള്ളൊരു പ്രാക്ടീസ് ഒക്കെ നമുക്ക് ഉണ്ടാവുക. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നുമല്ല. പക്ഷെ ടൈം ടേബിൾ ഇങ്ങനെ ഉണ്ടാക്കുക, ഇതാരും പറഞ്ഞിട്ടുണ്ടാവില്ല. അവനവനെ ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മൾ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ക്ലാസ് ആയാലും എന്തുകൊണ്ടാണ് ബോറടിക്കുന്നത് വെച്ചാൽ ഓൾറെഡി ഞാൻ ഫുള്ളാണ്, എനിക്കറിയാം ഈ ചാപ്റ്റർ. അത് നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ അത്രയും സമയം വേസ്റ്റ് ചെയ്യാണ്. എനിക്ക് അറിയാവുന്ന കാര്യം പിന്നെയും ഞാൻ ക്ലീൻ ചെയ്ത ക്ലാസ് പിന്നെയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്താണ്? വേറെ ക്ലീൻ ആക്കാൻ ഇഷ്ടം പോലെ കിടപ്പുണ്ടേ. മനസ്സിലായോ? അപ്പൊ ഏതാണ് എനിക്കറിയുന്നത്, ഏതാണ് എനിക്കറിയാത്തത് എന്ന് സ്വന്തം തീരുമാനിച്ച് അങ്ങനെയാണ് കോച്ചിങ് സെന്റേഴ്സ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോരാൾക്കും ഫ്രീ ടൈം അവരവർ തീരുമാനിക്കുക എന്താ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു കമ്പാരിസൺ ആവശ്യമാണ്. അപ്പോഴാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റി വേണ്ടത്. മനസ്സിലായോ?